നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. The best and most beautiful thing in the world cannot be seen or even touched. They must spell into the heart. ജീവിതത്തിലേറെ പ്രതിസന്ധികളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നുപോയ ഹെലൻ കെല്ലറിന്റെ വാക്കുകളാണിവ. ലോകത്തെ ഹൃദയം കൊണ്ട് കാണണം, സാഹചര്യങ്ങളെ ഹൃദയം കൊണ്ട് അനുഭവിക്കണം. എന്നാൽ വൈദ്യശാസ്ത്രം നമ്മോട് പറയുന്നു, നമ്മുടെ ഹൃദയം ദാ ഈ കരമൊന്ന് ചുരുട്ടിപ്പിടിക്കുന്ന അത്രയുമേ ഉള്ളൂ. ഇത്രയും ചെറിയ ഒരിടത്തിൽ എങ്ങനെയാണ് ഈ ലോകം മുഴുവനെയും നാം ഉൾക്കൊള്ളുക? ചെറുതും വലുതുമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെയാണ് നാം ചേർത്ത് പിടിക്കുക? അങ്ങനെ ലോകത്തെ ചങ്കോട് ചേർത്ത് പിടിച്ച ഒരമ്മയുണ്ട്. അതെ, അവളാണ് പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ യവസേ പിതാവിനോടും ഉണ്ണീശോയോടും ഒപ്പം ഒരിക്കൽ അവൾ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. മഹാപുരോഹിതനായ ശിമിയോൻ അവളെ നോക്കി പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹനമാകുന്ന വാൾമുനകളെ അവൾ ഹൃദയത്തിൽ സംഭരിച്ചു. വായിച്ചെറിഞ്ഞ ഒരു വാചകം ഇപ്രകാരമാണ്: മുറിവേറ്റ് സൗഖ്യമായ ഇരട്ടി അഭിഷേകം. ശിമയോന്റെ പ്രവചനം പോലെ വാൾമുറിയാൽ മുറിവേറ്റപ്പെട്ടെങ്കിലും ദൈവസ്നേഹത്താൽ സൗഖ്യം പ്രാപിച്ച് പരിശുദ്ധ അമ്മ കടന്നു ചെന്ന 5 ഇടങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആദ്യത്തെ ഇടം തിരുക്കുടുംബം തന്നെയാണ്. ദാരിദ്ര്യത്തിന്റെ നടുവിലും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കലാവിളക്കായി പരിശുദ്ധ അമ്മ ആ ഭവനത്തിൽ. രണ്ടാമത്തെ ഇടമാകട്ടെ ഏലീശായുടെ ഭവനം. വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച ദാനമെങ്കിലും സമൂഹത്താൽ അപമാനിക്കപ്പെട്ട് ഭവനത്തിൽ കഴിഞ്ഞുകൂടിയ ഏലീശായ്ക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആനന്ദത്തിന്റെ നിമിഷമാണ്. മൂന്നാമത്തെ ഇടമാകട്ടെ കാനായിലെ കല്യാണം. വീഞ്ഞു തീർന്നു പോയത് ആ കുടുംബത്തിന്റെ കുറവായി എല്ലാവരും കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ ആ കുറവിനെ നിറവാക്കി. നാലാമത്തെ ഇടം സെഹിയോൻ മാളിക. തങ്ങളുടെ ഗുരുവിനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിഞ്ഞ ശിഷ്യന്മാർക്ക് പുത്രൻ നഷ്ടപ്പെട്ടവരെങ്കിലും പരിശുദ്ധ അമ്മ സ്നേഹത്തിന്റെ സാന്നിധ്യമായി. അഞ്ചാമത്തെ ഇടം വിശുദ്ധ യോഹന്നാന്റെ ഭവനം. മിശിഹായുടെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ശാഠ്യം പിടിച്ച സെബദീ പുത്രന്മാരിൽ ഒരുവനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചതിന് ശേഷം താൻ രചിച്ച സുവിശേഷത്തിൽ 21 ഇടങ്ങളിലും സ്വന്തം പേരുപോലും വെളിപ്പെടുത്താതെ ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ എന്ന് മാത്രം രചിച്ചുകൊണ്ട് കടന്നുപോയി. കനൽ വീണ ജീവിത അനുഭവങ്ങളെ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അത് കൃപയായി മാറി. സഹനത്തിന്റെ മുള്ളുകൾ കൊണ്ട് മുറിവേറ്റപ്പെട്ട അവളുടെ ഹൃദയം സ്വർഗം റോസാപുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹന വഴികളെ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കുരിശിലെ തിരുശേഷിപ്പുകളായി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ പരിമളമായി അനുദിന ജീവിത സാഹചര്യത്തിൽ നമുക്ക് നടന്നു നീങ്ങാം. ഏവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.